Good morning, children. Once again, welcome back. Then, നീ എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചേ? പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയാണ് പഠിച്ചേ? ഇൻ അവർ പ്രീവിയസ് ക്ലാസ് എന്തൊക്കെയാണ് വി ഡിസ്കസ്ഡ് അബൌട്ട്? ഫസ്റ്റ് വൺ, ദ നെയിംസ് ഓഫ് സം ക്രീച്ചേഴ്സ് ദാറ്റ് സ്പ്രെഡ് ഡിസീസസ്. അല്ലേ? സം ക്രീച്ചേഴ്സ്, സം മൈക്രോ ഓർഗാനിസംസ് നെയിംസ് ദാറ്റ് സ്പ്രെഡ് ഡിസീസസ്. Then, how can we control the growth of microorganisms എന്നും പഠിച്ചു. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ മൈക്രോ ഓർഗാനിസം അല്ല കേട്ടോ, സോറി, സം ക്രീച്ചേഴ്സ്. മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതായത് കുറച്ച് ക്രീച്ചേഴ്സിൻ്റെ പേര് പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഗ്രോത്തിനെ തടയാം. ഹൗ ക്യാൻ വി കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് ദീസ് ക്രീച്ചേഴ്സ്. ഇത്രയാണല്ലേ നമ്മൾ പഠിച്ചേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പേജ് നമ്പർ 51. Have you heard the dry day for eradicating mosquitoes? Have you heard that word? Dry day. Dry day എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? It is for eradicating the mosquitoes. Eradicate ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്മൂലനാശം ചെയ്യുക എന്നൊക്കെ പറയും മലയാളത്തിൽ. അതായത് ഇല്ലാതാക്കുക, അവയെ വളർച്ചയെ തടയുക, പിന്നെ അവർ വളരാനുള്ള സാഹചര്യങ്ങൾ തടയുക. എങ്ങനെയാണ് നമുക്ക് മോസ്കിറ്റോസിൻ്റെ വളർച്ചയെ തടയാൻ, അല്ലെങ്കിൽ നശിപ്പിക്കുക? ഹാവ് യു ഹേർഡ് ദ ഡ്രൈ ഡേ? മോസ്കിറ്റോസിൻ്റെ വളർച്ചയെ നശിപ്പിക്കാനുള്ള ഒരു ഡേ ആണ് ഡ്രൈ ഡേ. അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാം? നമുക്ക് നോക്കാം ഡ്രൈ ഡേ എന്താണ്. Mosquitoes multiply by laying eggs in stagnant water. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? എവിടെയാണ് ഈ മോസ്കിറ്റോസ് അവരുടെ മുട്ടകൾ ഇടുന്നത്? സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ. അവിടെയും ഇവിടെയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇവരെന്ത് ചെയ്യുക? മുട്ടയിട്ടിട്ട് എന്ത് ചെയ്യണത്? മൾട്ടിപ്ലൈ ചെയ്യണത് ആണല്ലോ. അതെല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ എന്ത് ഡ്രൈ ഡേ അതുമായിട്ട് ബന്ധം നമുക്ക് നോക്കാം. അതായത് ദ മോസ്കിറ്റോസ് ഹാച്ച് ഔട്ട് ആൻഡ് മെച്വർ വിത്തിൻ 8 days എന്നും നമ്മൾ പറഞ്ഞു. മുട്ട വിരിഞ്ഞത് എത്ര ദിവസത്തിനുള്ള മുട്ട വിരിയുക? യെസ്, ഓൺലി വിത്തിൻ 8 days. 8 daysൻ്റെ ഉള്ളിൽ ഇവ എന്ത് ചെയ്യും? ഹാച്ച് ചെയ്യും. ഇവ മുട്ട വിരിഞ്ഞ് കൊതുകുകളായിട്ട് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ പിന്നെ പറഞ്ഞു, ദർ ആർ സെവറൽ ഒബ്ജക്ട്സ് ഇൻ അവർ സറൗണ്ടിങ്സ് ലൈക്ക് കോക്കനട്ട് ഷെൽസ്, ഡിസ്കാർഡഡ് വെസൽസ്, ടയേഴ്സ്, ബോട്ടിൽസ്, ടോയ്സ് എറ്റ്സെട്ര ഇൻ വിച്ച് വാട്ടർ ക്യാൻ സ്റ്റാഗ്നേറ്റ്. അതാണ് പറയുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിൽ പല വേസ്റ്റ് പ്രൊഡക്ട്സും ഉണ്ടാവും. എന്തൊക്കെയാണ്? ചിരട്ടകൾ, അതുപോലത്തെ നമ്മൾ ഉപേക്ഷിച്ച പല ടയറുകൾ, ബോട്ടിൽസ്, ടോയ്സ്, ഇതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ പാകത്തിനുള്ള ടോയ്സും സാധനങ്ങളും ആയിരിക്കും. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ എന്താവും? ഇതിൽ വാട്ടർ കളക്ട് ചെയ്യപ്പെടും. ഡ്യൂറിങ് ദി റെയിനി സീസൺ ദ വാട്ടർ വിൽ കളക്റ്റഡ് ഇൻ ദീസ് കോക്കനട്ട് ഷെൽസ്, ടയേഴ്സ് ആൻഡ് ഇൻ സം വേസ്റ്റ് പ്രോഡക്ട്സ്. അധികം റെയിനി സീസണിലാണ് സംഭവിക്കുന്നത് അല്ലേ? അതിലൊക്കെ കെട്ടിക്കിടന്നിട്ട് നമ്മളെന്ത് ശ്രദ്ധിക്കൂല. അപ്പോൾ എല്ലാ കാലവും അതിലങ്ങനെ ഈ വെള്ളം കെട്ടിക്കിടന്ന് എന്ത് ചെയ്യും? ഇത് മതി നമ്മുടെ മോസ്കിറ്റോസിന്. ഒരിത്തിരി വെള്ളം മതി അവർക്ക് കെട്ടിക്കിടക്കണ. ഒരിത്തിരി വെള്ളം കിട്ടിയാൽ എന്താണ്? Yes, this water is enough for mosquitoes to multiply. Mosquitoes may legs in these, so drain the water accumulating in them once in every 7 days. അതാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ ഇവർ മുട്ടയിട്ട് പെരുകും എന്ന് നമ്മൾ പറഞ്ഞു. ഇവയിൽ കൊതുകുകൾ എന്ത് ചെയ്യും? മുട്ടയിടും. അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് എന്താ പറയുന്നത്? വിത്തിൻ വൺസ് ഇൻ എവരി 7 days, ഓരോ 7 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഈ അക്യുമുലേറ്റ് ചെയ്ത വാട്ടർ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയണം. അതായത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് കമിഴ്ത്തി ഇടുന്നതിലും ചെയ്യണം. അതായത് വെള്ളം കളക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് വെക്കരുത്. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞു വരുന്നത്. Thus, the possibility of multiplication of mosquitoes can be avoided. ഇങ്ങനെ നമ്മൾ പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് തടഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം?
കൊതുകുകൾ വളരുന്നതും തടയാം. മോസ്കിറ്റോസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം, അതില്ലാതാക്കാം. അപ്പോൾ എപ്പോഴും എവിടെയും വെള്ളം കെട്ടി കിടക്കണമെന്നുണ്ടെങ്കിലാണ് ഇവ ഈ മുട്ടയിട്ട് പെരുകുക നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ കണ്ടാലും, നമ്മുടെ ചുറ്റുപാട് എവിടെ കണ്ടാലും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിൻ്റെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ. ഇപ്പം നമ്മൾക്ക് റബ്ബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിറയെ ചിരട്ടകളുണ്ടാവും അല്ലേ, അതിൻ്റെ ചുവട്ടിലൊക്കെ കിടക്കണം. അതൊക്കെ ഇങ്ങനെ ഈ വാട്ടർ കളക്ട് ചെയ്യുന്ന വിധത്തിൽ വെച്ചാൽ എന്താണ്, അതിൽ ഇതിട്ട് കിടന്നിട്ട് പെരുകും, മുട്ടയിട്ടിട്ട് പെരുകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കമിഴ്ത്തിയിടുക അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യണം. ഓക്കെ, ദിസ് ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ഇൻ അവർ ഹോംസ് ആൻഡ് സ്കൂൾ ഈസ് നോൺ ആസ് ഡ്രൈ ഡേ. അതാണ് ഡ്രൈ ഡേ. മനസ്സിലായോ? ഈ ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പരിപാടിക്കാണ് നമ്മളെന്ത് പറയുന്നത്? ഡ്രൈ ഡേ എന്ന് പറയുന്നത്. നമ്മുടെ പിന്നെ സ്കൂളുകളിലും വീടുകളിലും എല്ലാം ഈ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ദിവസം നമ്മൾ പിന്നെ ആഴ്ചയിൽ എത്രയാണ് പറഞ്ഞത്? ഇൻ എവരി 7 days, 7 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കണം ചുറ്റുപാടും. എന്നുവെച്ചാൽ 8 ദിവസം മതി ഇത് ഹാച്ച് ചെയ്യാനല്ലേ. അപ്പോൾ ഓരോ 7 ദിവസം കൂടുമ്പോഴും നമ്മളത് ചുറ്റുപാടൊന്ന് നടന്ന് നോക്കുക. ഇങ്ങനെ പിന്നെ സാധനങ്ങൾ എവിടെയും നമ്മൾ വലിച്ചെറിഞ്ഞതിലൊക്കെ വാട്ടർ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, വാട്ടർ കളക്ട് ചെയ്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് ചുറ്റുപാട് നടന്ന് നോക്കുക, അത് നശിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും കേൾക്കാം, ഒന്നും കൂടെ ഇങ്ങനെ കുറച്ചും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കേട്ടോ. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണെന്ന് മനസ്സിലായോ? നമ്മൾ സറൗണ്ടിങ്സിലുള്ള വാട്ടർ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? കോക്കനട്ട് ഷെൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിരട്ട, അതറിയാലോ. പിന്നെ ടയറുകൾ, നമ്മളെ വണ്ടികളൊക്കെ പിന്നെ ടയർ ഇടക്കിടക്ക് മാറ്റുന്ന നമ്മളെന്ത് ചെയ്യും? ടയർ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടും അല്ലേ. ഇപ്പോൾ ടയർ കൊണ്ടൊക്കെ പല വെറൈറ്റി സാധനങ്ങളും പലരും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ പിന്നെ കൊറോണ സീസൺ നമ്മളെ ലോക്കൗട്ടൊക്കെ വന്നപ്പോൾ എന്തായിരുന്നു? എല്ലാവരും ടയർ കൊണ്ടൊക്കെ പല ചെടിച്ചട്ടികളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ടയറൊക്കെ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങളാക്കി മാറ്റുക, അല്ലാതെ അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ. അതുപോലെ തന്നെ ബോട്ടിൽസ് കൊണ്ടൊക്കെ പല ഇതുണ്ടാക്കാം നമുക്ക്. ടോയ്സൊക്കെ നമുക്ക് വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, ഇല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക. നശിപ്പിച്ച് കളയാനായിരിക്കലും നമ്മൾ ഈ ആക്രിയൊക്കെ വരാറില്ലേ നമ്മളെ വീട്ടിൽ, അവർക്ക് എടുത്ത് കൊടുക്കുക. അതായത് നമ്മളെ ചുറ്റുപാടിൽ വെറുതെ ഒന്നും കെട്ടിക്കിടക്കരുത്. അത് ഒന്നാമത് അത് പ്രത്യേകിച്ച് പറയണ എന്താണ്? വി വാണ്ട് ടു കീപ്പ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് നീറ്റ്, അത്രയാണ് പറയുന്നത്. അത് മനസ്സിലാക്കി തരാനാണ് ഇതിപ്പോൾ ഇത്രയും പറഞ്ഞതല്ലേ. ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടന്നാൽ എന്താണ്, ഇങ്ങനത്തെയുള്ള ക്രീച്ചേഴ്സ് ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല, അവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മളെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ കണ്ട ആ ഒരു വില്ലേജ് ആക്കിയിട്ട് നമ്മുടെ വില്ലേജ് മാറ്റാം. വില്ലേജോ മുനിസിപ്പാലിറ്റിയോ എന്തോ ആയിക്കോട്ടെ, എപ്പോൾ എവിടെ നല്ല വൃത്തിയായിട്ട് കിടന്നാലും അവിടെ ഒന്നും ഇങ്ങനത്തെ ക്രീച്ചേഴ്സ് ഉണ്ടാവില്ല അല്ലേ. ഇനി നോക്കിയേ, ഗോ ത്രൂ എ ഫ്യൂ സേയിങ്സ് ഓൺ മോസ്കിറ്റോസ്. ഗോ ത്രൂ എ ഫ്യൂ സേയിങ്സ്. എന്തിനെക്കുറിച്ചാണ്? മോസ്കിറ്റോസിനെ കുറിച്ച് കുറച്ച് സേയിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാഫ് എ മോസ്കിറ്റോ ഫോർ 1,000 ഡിസീസ്. അതിൻ്റെ ഇപ്പുറത്തെ ആളെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? കിഡിങ് വിത്ത് മീ, എന്നോടാണോ കളിക്കണമെന്ന് ആരാ പറയണത്? നമ്മുടെ മോസ്കിറ്റോണ് പറയും, എന്നോടാണോ കളിയെന്ന്. എന്നോട് നിങ്ങളെ കളിയൊന്നും പറ്റൂല എന്നാണ് പറയണതേ. ആര്? മോസ്കിറ്റോ. എന്തുകൊണ്ടാണെന്ന് നോക്കിയേ. ഹാഫ് എ മോസ്കിറ്റോ ഫോർ 1,000 ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ രോഗങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര കൊതുക് മതി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൊതുകിനെ കൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും 1000 ഡിസീസ് ഉണ്ടാക്കാം, 1000 രോഗങ്ങൾ ഉണ്ടാക്കാം. 1000 രോഗങ്ങൾക്ക് അര കൊതുക് എന്നാണ് പറയുന്നത്. പണ്ട് നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാറുണ്ടല്ലോ, 1000 കോഴിക്ക് അരക്കാടാന്നോ, അതിൻ്റെ ഗുണത്തിനെ കുറിച്ച് പറയണ പോലെ. അതുപോലെ ഇവിടെ എന്താ പറയണത്? ഹാഫ് എ മോസ്കിറ്റോ ഫോർ 1,000 ഡിസീസ്. 1000 രോഗം തരും നമുക്ക് ഒരൊറ്റ കൊതുകിനെ. ഒരു അര കൊതുക് പറഞ്ഞാൽ ഒരു ചെറിയ കൊതുക് മതിയെന്ന്. എത്ര രോഗങ്ങൾ വേണമെങ്കിലും നമുക്ക് തരാൻ അതിന് കഴിയും. ഈവൻ ദ ഡോക്ടർ വിൽ ഫോൾ ഇഫ് എ മോസ്കിറ്റോ ബൈറ്റ്സ്. അതെ, ഒരു ഡോക്ടറാണോ എഞ്ചിനീയറാണോ പ്രധാനമന്ത്രിയാണോ എന്നൊന്നും കൊതുകിനില്ല. കൊതുക് കുത്തിയാൽ ഡോക്ടറും അവിടെ കിടക്കും അല്ലേ. ഈവൻ ദ ഡോക്ടർ വിൽ ഫോൾ ഇഫ് എ മോസ്കിറ്റോ ബൈറ്റ്സ്. ഒരു കൊതുക് കടിച്ചാൽ ഏത് ഡോക്ടറും വീഴുന്നു.
അടി തെറ്റിയാൽ ആനയും വീഴുന്ന അറിയണ പോലെ. അപ്പോൾ കൊതുകിൻ്റെ ശക്തി ഒന്ന് നോക്കിയേ. കൊതുകിന് ആരാന്ന് എന്താ ഏതാന്നൊന്നുമില്ല, കൊതുക് ചെല്ലുന്നിടത്തുള്ളവരൊക്കെ കടിക്കും അല്ലേ. പിന്നെയോ മോസ്കിറ്റോ കിങ് ഇൻ അൺക്ലീൻ ലാൻഡ്. അത് ശരി തന്നെയാണ് അല്ലേ. എവിടെയാണ് അൺക്ലീൻ ആയിട്ടുള്ള ഒരു ലാൻഡ്, അവിടെ രാജാവാരാ? നമ്മുടെ കൊതുകാണ്. മോസ്കിറ്റോ കിങ് ഇൻ അൺക്ലീൻ ലാൻഡ്. അൺക്ലീൻ ആയിട്ടുള്ള വൃത്തിയില്ലാത്ത സ്ഥലത്ത് നമ്മുടെ രാജാവാരാ? നമ്മുടെ മോസ്കിറ്റോ ആണ് അവിടുത്തെ രാജാവ്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഇന്ന് നമ്മൾ പഠിച്ചത് ഡ്രൈ ഡേ. വാട്ട് ഈസ് ഡ്രൈ ഡേ എന്നുള്ളത്, അതെന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഒരു ചെറിയ നോട്ടും എഴുതി വെക്കുക കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, ദിസ് ഈസ് ദ ടോപ്പിക് ഓഫ് ടുഡേ. ഒരു ഡ്രൈ ഡേ എന്നുള്ള ഒരു ടോപ്പിക് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, ബൈ സ്റ്റുഡൻസ്.